السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى والنور المبين وجعل مولده رحمة للعالمين، ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. قال جل في علاه: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ആമുഖമായി കേട്ടത് സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, ആ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വസിച്ച് ജീവിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ ആയത്തിൽ അള്ളാഹു എടുത്തു പറയുന്നു. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ രണ്ടു ഭാഗങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുമെന്നാണ്. തീർന്നില്ല, ആയത്തിൽ റബ്ബ് തുടരുന്നു, വയജ്അൽ ലക്കും നൂറ, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു പ്രകാശം നൽകും, ഒരു നൂറ് നൽകും. തംശൂന ബിഹി, നടന്നു നീങ്ങുമ്പോഴൊക്കെ വെളിച്ചമായി മാർഗദർശനമായി ആ പ്രകാശമുണ്ടാകും. വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ തിന്മകൾക്കും മഗ്ഫിറത്ത് നൽകുകയും ചെയ്യും. കാരണം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാൻ. അള്ളാഹുവിൻ്റെ ഈ ഉപദേശത്തെ നെഞ്ചേറ്റുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നന്നായ സ്നേഹവും അങ്ങേയറ്റത്തെ ഇഷ്ടവുമുള്ള ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ ദാസരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം, ആ ഒരു നിയോഗം പോലെ ലോകത്താരും മറ്റൊരാളെ കാത്തിരുന്നിട്ടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെ, പ്രവാചകൻ്റെ പിറവിയെ കാത്തു നിൽക്കുന്ന ഒരുപാട് തലമുറകൾ ലോകത്ത് കടന്നുപോയി. ഒടുവിൽ യതീമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേക്ക് കടന്നു വന്ന ചരിത്രം നമ്മളെ വികാരം കൊള്ളിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൽ വല്ലാതെ ആധിക്യവും നമ്മുടെ മനസ്സുകളിൽ ആ നബിയോടുള്ള ഇഷ്ടവും നിറക്കുന്ന ചരിത്രങ്ങളാണ്. തലമുറകൾ കാത്തിരുന്നു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതിപ്പോകുന്ന ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി. കഅബാലയത്തിൻ്റെ അടിത്തറകൾ കെട്ടിയുയർത്തുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെയും കൂട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് സുപരിചിതമാണ്. പടച്ച റബ്ബേ, നീ ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പറയൻ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം റസൂല, ഒരു റസൂലിനെ റബ്ബേ നീ നിയോഗിക്കണേ, ഒരു പ്രവാചകനെ, ഒരു ദൈവദൂതനെ. ആരാ പ്രാർത്ഥിക്കുന്നത്? അബുൽ അംബിയ, അംബിയാക്കളുടെ പിതാവെന്ന് കീർത്തിയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീർഘവീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ ഇസ്സത്തിനെ, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന, ആ ആയത്ത് വളരെ വ്യക്തമായി അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചു. റബ്ബന വബഅസ് ഫീഹിം റസൂല യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, കിതാബ് ഓതി കൊടുക്കുന്ന, വേദഗ്രന്ഥത്തെ വിശദീകരിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന, അവർക്ക് ഹിക്മത്ത് നൽകി കൊടുക്കുന്ന ഒരു റസൂലിനെ നിയോഗിക്കണം. കാരണം ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അങ്ങാണ് റബ്ബേ, നീയാണ് ഏറ്റവും ഇസ്സത്തുള്ളവൻ, നീയാണ് ഏറ്റവും ഹിക്മത്തുള്ളവൻ. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അള്ളാഹുവിൽ നിന്നുള്ള ഇസ്സത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വിശ്വാസി അവൻ്റെ പ്രവാചക സ്നേഹത്തിൽ വാചാലനാവുന്നതിനപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് ആ സ്നേഹത്തെ പ്രകടിപ്പിക്കണമെന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്തായി നിലനിൽക്കണമെന്നാണ് പ്രവാചക ചര്യകളെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം കഴിഞ്ഞ് തലമുറകൾ വീണ്ടും ഒരുപാട് സഞ്ചരിച്ചു. ഒരു പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് വീണ്ടും അള്ളാഹു പറഞ്ഞു,
ഈസ അലൈഹിസ്സലാം എന്ന പ്രവാചകനെ സംബന്ധിച്ച്. വൈദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞത് അതാണ്, ഞാൻ തൗറാത്തിനെ ശരിവെച്ചു വന്ന ഒരു റസൂലാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതനാണ്, ഞാനൊരു മുബശ്ശിർ കൂടിയാൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും കൂടിയാൻ. എന്താണ് ഞാൻ നൽകുന്ന സന്തോഷ വാർത്ത? യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എൻ്റെ ശേഷം ഒരാൾ വരാനുണ്ട്, എൻ്റെ ശേഷം ഒരു റസൂൽ വരാനുണ്ട്. ആരാണ് റസൂൽ? ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന നാമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന അഹ്മദ് എന്ന നാമത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി. അത്രമേൽ പ്രശംസിക്കപ്പെട്ടവൻ എന്നാൻ. യതീമായി വളർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നുമ്മ ആമിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ ചരിത്രം നമുക്കറിയാം. അവരുടെ വിയോഗത്തിന് ശേഷം ഏറ്റെടുത്തത് പിതാമഹാനായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബാണ് മുഹമ്മദ് എന്ന നാമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരഞ്ഞെടുത്തത്. ലോകത്താർക്കുമില്ലാത്ത, അന്ന് അറബികൾ ആരും നൽകാതിരുന്ന, തങ്ങളുടെ മക്കൾക്ക് കണ്ടുവെക്കാതിരുന്ന ഏറ്റവും നല്ല സുന്ദരമായൊരു നാമം മുഹമ്മദ്. എന്താ ആ പേരിൻ്റെ അർത്ഥം? നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. നമ്മൾ പലരും പേര് ചേർത്ത് പറയും അല്ലേ, മുഹമ്മദ് എന്ന പേര് ചേർത്ത് നമ്മളെ മക്കൾക്ക് പേരിടാറുണ്ട്. നബിയോടുള്ള സ്നേഹമാണ്. അഹമ്മദ് ചേർത്ത് മക്കൾക്ക് പേരിടാറുണ്ട്. എന്താണ് മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം? ആകാശത്തുള്ളവനാലും ആകാശത്തുള്ള മലക്കുകളാലും ഭൂമിയിലുള്ള ആളുകളാലും പ്രശംസിക്കപ്പെട്ടവൻ എന്നാണ്. അബ്ദുൽ മുത്തലിബ് ആ പേര് തിരഞ്ഞെടുത്തപ്പോൾ ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അറത്തു അൻ യഹ്മദഹുല്ലാഹു തആല ഫിസ്സമാ, ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിനാൽ പ്രശംസയുണ്ടാകുന്ന ഒരു മകനാകട്ടെ. മാത്രവുമല്ല വഖൽഖുഹു ഫിൽ അർദ്, ഭൂമിയിലുള്ള സർവചരാചരങ്ങളാലും സ്മരിക്കപ്പെടട്ടെ മുഹമ്മദ് എന്ന നാമം എന്നുള്ള നിലക്ക് മുഹമ്മദ് ധാരാളമായി പ്രശംസിക്കപ്പെട്ടവൻ എന്നുള്ള നാമത്തെ സ്വീകരിച്ചു വന്നാൽ ആ ഒരു നാമത്തെ അന്വർത്ഥമാക്കുന്ന, ആ പേരിന് അത്രമേൽ ആപ്റ്റായൊരു ജീവിതം വേറെ ആരുടെ ജീവിതത്തിലുണ്ട്? അത്രമേൽ സൗന്ദര്യവും മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടു എന്നുള്ളത് പരിഭാവനമായ അവിടുത്തെ ജീവിതം നമ്മളെ പഠിപ്പിച്ചതാണ്. വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ ഓർമ്മകളെ നാം അങ്ങ് ഉയർത്തിക്കളഞ്ഞു. അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം 5 നേരത്തെ നമസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന നാമത്തെ ഉരുവിടുന്നവരും കേൾക്കുന്നവരുമാണ് വിശ്വാസി ലോകം. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ജീവിതത്തിൽ ചാണിനു ചാണായി മുഴത്തിനും മുഴമായി അനുകരിക്കാതിരിക്കും, സ്നേഹിക്കാതിരിക്കും? നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ അടയാളങ്ങൾ വേണ്ടേ? നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, ഇടപാടുകളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ആ നബി സ്നേഹം നീളിച്ചു നിൽക്കണ്ടേ? അത് അവിടുത്തെ അനുധാവനം ചെയ്യുമ്പോഴാണ്, നബിയെ ധാരാളമായി പഠിക്കുമ്പോൾ, നബിയെ പിൻപറ്റുമ്പോഴാണ് നമ്മളെ കാണുമ്പോൾ തോന്നണം അവൻ മുഹമ്മദിൻ്റെ അനുയായിയാൻ. നമ്മളെ കാണുമ്പോൾ, നമ്മളെ സംസാരം കേൾക്കുമ്പോൾ തോന്നണം അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല അനുയായിയാണ് എന്നുള്ളത്. കാരണം വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, റബ്ബ് ഇങ്ങനെ ഒരാളെ പറ്റി ലോകത്ത് ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിലാകുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. നമ്മുടെ സ്വഭാവം പ്രവാചക സ്നേഹം തുളുമ്പുന്ന സ്വഭാവമാവണം. നമ്മുടെ സ്വഭാവം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്നേഹം പോലെ വിളങ്ങുന്നതാകണം. നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ല സൽസ്വഭാവമാവണം. കാരണം അതാകുമ്പോൾ നബിനെ പറ്റി ഇങ്ങനെ പറയാൻ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും. നബി സ്നേഹത്തിൽ വാചാലരാകുന്ന കുറേ ആൾക്കാരെ കാണാം. പലരുടെയും ജീവിതത്തിൽ നബി സ്നേഹത്തിൻ്റെ ഒരു അടയാളം പോലും കാണാൻ കഴിയുന്നില്ല. എന്നാൽ നബി സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങൾ നിറഞ്ഞു നിന്ന സഹാബത്ത് വാചാലരാൻ. നബിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ എന്ത് രസമെന്നറിയാം. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ നബിയെ പറ്റി ഇങ്ങനെ പറയാൻ, നബിയുടെ സൗന്ദര്യമാണ് വിശദീകരിക്കുന്നത്. ആ സൗന്ദര്യം അങ്ങനെ പറയാൻ തോന്നണമെങ്കിൽ ജീവിതത്തിൽ ആ സൗന്ദര്യം ഉണ്ടാവണം. ഉമ്മു മഅബദിൻ്റെ ചരിത്രം വായിച്ചു നോക്കുക. ഇത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ, റഅയ്തു റജുലൻ ളാഹിറൽ വലാഅ, ഇങ്ങനെ ശോഭിതമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എത്ര നല്ല ശോഭനീയമാണ് ആ പ്രവാചക തേജസ്. മുനീറൽ വജ്ഹ്, പ്രകാശിക്കുന്ന മുഖമാണ്. ഹസനൽ ഖിൽഖ, നല്ലൊരു രൂപമാണ്. അരീലൽ ജബീൻ വാസിഅൽ ഐനൈൻ, വിശാലമായ 2 കണ്ണുകളും നല്ല വിശാലമായ നെറ്റിത്തടവുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനൽ ഹാജിബൈൻ, അവിടുത്തെ ഈ കണ്ണിൻ്റെ പീലികൾ പോലും വളരെ സുന്ദരമാണ് എന്നാണ് കൺപീലികളെ സംബന്ധിച്ച്. ഇൻ സമത അലാഹുൽ വഖാർ, അവർ കണ്ട പ്രവാചക സൗന്ദര്യം എന്താണെന്നറിയോ? ഇൻ സമത, നിശബ്ദനായാൽ, റസൂലുള്ളാഹി ഒന്നും മിണ്ടാതിരുന്നാൽ അവിടെ ഒരു ഗാംഭീര്യം ഫീൽ ചെയ്യുമായിരുന്നു.
നബി മിണ്ടാതിരുന്നാൽ ഒരു ഗാംഭീര്യം ഫീൽ ചെയ്യുമായിരുന്നു. വൈൻ തകല്ലമ അലാഹുൽ ബഹാ, നബി സംസാരിച്ചാൽ അവിടെ ഒരു തേജസ് നിറയുമായിരുന്നു. അല്ല, ആരും വേദനിപ്പിക്കാതെ, ആരും വെറുപ്പിക്കാതെ, ആരോടും ഒരു അനിഷ്ടമില്ലാത്ത നല്ല സംസാരം നിറയുന്ന പ്രവാചക സംസാരത്തെയാണ് പിന്നീട് അവർ വാചാലയാകുന്നത്. അവിടുത്തെ തിരുനാവുകളിൽ നിന്ന് അടർന്നു വീഴുന്ന സംസാരങ്ങൾ നറ്റവും നല്ല പവിഴമുത്തുകൾ പോലെ ചിതറുന്നതായി കാണാൻ കഴിയുമെന്നാണ്. കാരണം അവിടുത്തെ പ്രവാചകന്റെ സംസാരം തേനിനേക്കാളും മധുരമേറിയ വർത്തമാനങ്ങളായിരുന്നുവെന്നാണ്. മാത്രവുമല്ല, ദൂരെ നിന്ന് നോക്കിയാലും അടുത്തുനിന്ന് നോക്കിയാലും അത്ര സൗന്ദര്യവും അത്ര അടുപ്പവും തോന്നുന്ന ഒരു വ്യക്തിത്വം ആർക്കും ജീവിതത്തിൽ വേറെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. അത്ര സുന്ദരനായിരുന്നു, അത്ര സൗന്ദര്യമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ മുഴുവനെന്ന് അവർ വിശദീകരിച്ചത്. വിശ്വാസി ലോകം അതിനെ ഉൾക്കൊള്ളാനാണ്. അവിടുന്ന് ചില സ്വഹാബത്തൊക്കെ വിശദീകരിച്ചത് കാണാം. ഇദാ തകല്ലമ റുഇയ കന്നൂരി യഖ്റുജു മിൻ ബൈനി സനായാ, പ്രവാചകൻ സംസാരിച്ചാൽ അവിടുത്തെ പല്ലുകളിൽ തന്നെ ആ ശോഭ, തിളക്കം കാണാൻ കഴിയും. പുഞ്ചിരി തൂകിക്കൊണ്ട്, ഏറ്റവും നല്ല തിളക്കമാർന്ന മുഖവുമായിക്കൊണ്ട് ആളുകളോട് അഭിമുഖീകരിച്ചിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്വഹാബത്തൊക്കെ നബിനെ പറ്റിയാണ് പറഞ്ഞിട്ട് തീരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജഅൽതു അൻദുറ ഇലാ റസൂലില്ലാ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇങ്ങനെ നോക്കി. ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക, നബിനെ ഞാൻ അങ്ങനെ നോക്കാം, നബിൻ്റെ മുഖം ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ എത്ര നേരം നോക്കിക്കും. ഭയങ്കര ഇഷ്ടമുള്ള ജാബിർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ നബിനെ ഇങ്ങനെ നോക്കി. ആ നോക്കുന്ന രാവിലെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വൈലൽ ഖമർ, നല്ല ആകാശത്തിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ കാണുന്ന 14ാമത്തെ രാവ്. ഞാൻ നബിനെ കാണുമ്പോൾ അതിൻ്റെ പ്രകാശം നബിയുടെ മുഖത്തിങ്ങനെ ഉണ്ട്. ഞാൻ നബിനെ ഇങ്ങനെ നോക്കി. ഖമർ, ഞാൻ നോക്കിയ ആ ചന്ദ്രനൊന്നും ആ ചന്ദ്രയൊന്നുമല്ല, ഞാൻ കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള മുഖഭാവമുള്ളത് അത് തിരുനബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ നബിനെ പറ്റി ഇങ്ങനെ പറയാനുള്ള കാരണം ആലങ്കാരികമായി പറഞ്ഞു വച്ച ആരെയെങ്കിലും രസിപ്പിക്കാനോ സൂചിപ്പിക്കാനുള്ള വാർത്തയല്ല. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ പാഠങ്ങളാണ് തിരുനബിയുടെ സൗന്ദര്യമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും പകരം നൽകാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പകരം നൽകാൻ പോലും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയവരാ. കാരണം എന്തിനേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസിസ്തു ഹരീറൻ വലാ ദീബാജ, ഒരു പട്ടിനോളം നേർച്ചതായ ഒരു തുണിക്കഷ്ണമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. ഏതിനോളം നേർച്ചതായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖഫിനോളം, പ്രവാചകന്റെ കൈപ്പത്തിയോളം നേർച്ചതായിരുന്നു. അതാ സലാം കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കയ്യിനുണ്ടായിരുന്ന നൈർമല്യം, ആ പ്രവാചകനുണ്ടായിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന ആ നേർത്ത പ്രവാചകന്റെ നേർത്ത അവിടുത്തെ ചർമ്മങ്ങൾ അത്രമേൽ സുന്ദരമായിരുന്നുവെന്ന് സ്വഹാബത്ത് വിശദീകരിച്ചത് അവർ നബിയെ ജീവിതമായി സ്വീകരിച്ചുകൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. നബിയുടെ സൗന്ദര്യം എന്തിനേക്കാളും നബിയുടെ സുഗന്ധം, നബിയിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രവാചകന്റെ സുഗന്ധം അത്യബും മിൻ റീഹിൻ ഔ അർഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുഗന്ധങ്ങളെക്കാളും ശ്രേഷ്ഠമായ പരിമളമായിരുന്നു അവിടുത്തെ വിയർപ്പുകൾക്കെന്ന് പറയുമ്പോൾ നമ്മളെ മക്കള്, നമ്മളെ ഭാര്യമാരൊക്കെ പറയും ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ് നമ്മളെ വിയർപ്പ്, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഭാര്യമാർ പറയും നിങ്ങളെ വിയർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടി നിൽക്കുമ്പോൾ വിയർത്തു കുളിച്ച പ്രവാചകന്റെ വിയർപ്പിൽ പോലും അവര് പരിമളം കണ്ടത് ആ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്. ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്വഹാബത്ത് പറഞ്ഞു, നബിയോളം ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പും കണ്ടിട്ടില്ല, ഇനി ഒരാളും അവിടെ ജീവിതത്തിൽ കാണുകയുമില്ല. അത്രമേൽ വലിയ മഹത്തരമായ ഒരു ജീവിതത്തിനുടമയാണ് തിരുനബി എന്ന് പറയുമ്പോൾ പ്രവാചക സ്നേഹം വാക്കുകളിൽ നിറയുന്നതായി സ്വഹാബത്തിൽ കാണാം. അതെല്ലാം അവരനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അത് നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ആ പ്രവാചകനെ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി അനുധാവനം ചെയ്യുന്ന പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രവാചകന്റെ മേൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹു പ്രവാചകന്റെ മേൽ, അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ, അവിടുത്തെ അനുയായികളുടെ മേൽ സലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ
വിശ്വാസികളെ, നമ്മൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നബിയെ ആദരിച്ചതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അള്ളാഹു അനുഗ്രഹിച്ചതായി പറയുന്ന ആയത്തുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ആ പ്രവാചകനോടുള്ള സ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവർത്തന തലങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രദ്ധ ഒരു വിശ്വാസി എന്ന നമുക്കുണ്ടാവണമെന്ന കാര്യത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ ചുറ്റുപാട് ഈ നാട്ടിൽ ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കം അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളൊക്കെ തുറക്കാൻ പോവാൻ അധ്യാപകരും വിദ്യാർത്ഥികളും മാനസികമായും ശാരീരികമായും ഒക്കെ ആ ഒരു തുടക്കത്തിലേക്ക്, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലേക്ക് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഓർക്കേണ്ട ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ഓർമ്മകളാണല്ലോ ഈ റബീഉൽ അവ്വൽ മാസങ്ങളിൽ മുഴുവൻ. അല്ലാത്ത കാലത്തും മുഴുവൻ നെഞ്ചുൽ പ്രവാചക ചര്യയാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു കലാലയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഇഖ്റ എന്ന വാക്കുകൊണ്ടായിരുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പഠന തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ആ പ്രവാചക ചര്യയെ മുറുകെ പിടിക്കാനുള്ള ശ്രദ്ധ വിദ്യാർത്ഥികളെന്ന നിലക്ക് ഈ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഒരു രക്ഷിതാവെന്ന നിലക്ക് നമുക്ക് ബാധ്യതകളുണ്ട്. മക്കളെ നല്ല കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുക, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മക്കൾക്ക് വേണ്ടി എല്ലാ നിലക്കും ആദ്യ ദിവസം തന്നെ അവരോടൊപ്പം കലാലയങ്ങളിൽ പോകാൻ കഴിയുമെങ്കിൽ അതവർക്കുള്ള ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി രക്ഷിതാക്കൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എല്ലാവർക്കും മാതൃകയുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അയാൾക്കുണ്ടാവേണ്ട തിരിച്ചറിവ്, എൻ്റെ മുന്നിൽ വരുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് നന്മ പകരേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഞാനും നിങ്ങളും ഇന്നീ പള്ളിയിൽ നിറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും അതുപോലെ തന്നെ ഭൂമികളിലെയും ഒക്കെയുള്ള മലക്കുകൾ, ഹത്തന്നംല, ഉറുമ്പ് പോലും, ഫി ജുഹരിഹ, അതിൻ്റെ മാളങ്ങളിൽ കഴിയുമ്പോൾ പോലും, വഹത്തൽ ഹൂത്ത്, മത്സ്യങ്ങൾ പോലും അതിൻ്റെ സാഗരത്തിൻ്റെ ആടിയിൽ അവർ ഊളിയിടുമ്പോൾ പോലും, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞെടുക്കുന്ന ഒരാൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നവരാണ്, യുസല്ലൂൻ, പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, സലാത്തും സലാമും ചോദിക്കുന്ന ഒരു മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി ആകാശത്തും ഭൂമികളുമുള്ള മലക്കുകൾ, അതുപോലെ തന്നെ ഈ ഉറുമ്പുകൾ, മത്സ്യങ്ങൾ ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്ത, ഈ അറിയിച്ച പ്രവാചക സന്ദേശങ്ങൾ എത്ര മഹത്തരമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആളുകൾക്ക് നന്മ പകരുന്ന ഏറ്റവും നല്ല നന്മയുടെ വാഹകരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രവാചക മാതൃകകളെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന, അതിനെ ജീവിതത്തിൽ പകർത്തുന്ന ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്ന ചിന്മകൾ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന് എല്ലാവിധ സമൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് എല്ലാവിധ വിശുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദിം അലാ ദൗലത്തിൽ ഇമാറാത്ത് عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ شيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين. اللهم احفظ الشيخ محمد بن راشد بحفظك. اللهم بارك في عمره وعمله. اللهم وفقه وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.